ഹായ് ഡിയേഴ്സ്, എല്ലാവരോടും ഒത്തിരി സ്നേഹം. കുറേ ആയെന്നല്ല, ഒരു മാസം കഴിഞ്ഞിട്ടോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. സമയമില്ല, പകലൊക്കെ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് ഇട്ടിട്ട് അതിന് ശേഷം രാത്രിയിലിരുന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയുന്നത് ഒരുപാട് നീട്ടുന്നില്ല. എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു യാത്രയും അതുപോലെ തന്നെ യൂട്യൂബിലെ മോണിറ്റൈസേഷനും യൂട്യൂബിലെ ആദ്യത്തെ വരുമാനവും അതാണ് കേട്ടോ. ഞാൻ കുറേ നാളുകൊണ്ട് ഇത് മൂന്ന് വീഡിയോ ഇടണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ നടക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വളരെ ചുരുങ്ങിയ രീതിയിൽ പെട്ടെന്നൊന്ന് പറയാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. 100K സബ്സ്ക്രൈബേഴ്സായി ഈ ഒരു അവസരത്തിലെങ്കിലും ഞാൻ ഇത് പറയണം. മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഡിസംബറിലെ ആയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ വരുമാനം ജനുവരിയിലും കിട്ടി, എന്നിട്ട് എനിക്ക് ഇത്രയും നാളും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്കതങ്ങ് പറയാം. അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ ഒരു യാത്രയെന്ന് പറയുന്നത്, ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് കേട്ടോ. ഏകദേശം ഒരു 1.5 വർഷമായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. പക്ഷെ അത്രത്തോളം എനിക്ക് ആക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ല. യൂട്യൂബിലെന്ന് പറയുന്നത്, യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് എന്നല്ല, എന്ത് കാര്യത്തിലും നമ്മൾ അത്രത്തോളം നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അതെനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായതാണ് കേട്ടോ. അപ്പം ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ജോലി വേണം, നമ്മുടെ കുടുംബം നോക്കണം, അപ്പോൾ അത്യാവശ്യത്തിന് വരുമാനം വേണം. അപ്പം നമുക്ക് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞുകൂടെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രയാസങ്ങളും, ബാങ്കിലൊക്കെ ആണെങ്കിൽ ടാർഗറ്റ് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഓക്കെ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1, 2, 3 ബാങ്കൊക്കെ മാറി. എന്നാലും ഈ ഒരു സമയത്ത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ്. എനിക്ക് പാട്ടുകളും അതുപോലെ തന്നെ ഡാൻസൊക്കെ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കതൊക്കെ ഇഷ്ടമാണ്. പിന്നെ എന്തിനും സപ്പോർട്ടായിട്ട് ഏട്ടൻ കൂടെ ഉണ്ട്. എന്ത് ഇഷ്ടമാണെങ്കിലും ചെയ്തോളൂ എന്ന് പറയും. പിന്നെ ഇതുപോലെ എൻ്റെ കുറച്ച് സഹോദരങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ കൂടപ്പറപ്പാവാൻ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഒരുപാട് സഹോദരങ്ങൾ എനിക്ക് പിന്നീട് യൂട്യൂബിൽ നിന്ന് കിട്ടുകയും ചെയ്ത്. അതിന് മുമ്പ് എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിക്കോളൂ സപ്പോർട്ട് എന്ന് പറയുന്നത്. ആരുടെയും പേരെടുത്ത് ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. പേരെടുത്ത് പറയാനായിട്ട് ആദ്യം തൊട്ടേ അനീഷ് പത്തനാപുരം എന്ന് പറയുന്ന ഒരു എൻ്റെ പറയത്തില്ലേ, എൻ്റെ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാത്തൊരു കൂടപ്പറപ്പാണ്. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അപ്പം അനീഷ് ഞാൻ മാഷയെന്നാണ് വിളിക്കുന്നത്. ആ ചേട്ടനും ഈ പറഞ്ഞതുപോലെ കട്ടയ്ക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടില്ലേ. ആദ്യമൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് കയറാത്ത സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാവരോടും എൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞ് അങ്ങനെ സപ്പോർട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് AVM ഫിഷിംഗ് സുരേന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഓരോരുത്തരും. എനിക്കങ്ങനെ ഇന്ന ആളെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. നീതൂസ് ചാനലുണ്ട്, ദൃശ്യക്കുട്ടി, അങ്ങനെ ഒത്തിരി പേര്, ഒരുപാട് ചാനലുകാർ എൻ്റെ കൂടി ഇങ്ങനെ ഉണ്ട് കേട്ടോ. യാത്രയിലുണ്ട്. ആരുടെയെങ്കിലും പേര് പറയാതുണ്ടെങ്കിൽ ക്ഷമിക്കാട്ടോ. ഞാൻ ആദ്യമേ ഇങ്ങനെ വന്നത് പറയാനുള്ളത്. പിന്നെ പിന്നീട് ഇപ്പം ഒരു 100K കൂടുതൽ സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുന്ന സമയത്ത് അത് മൊത്തം എൻ്റെ സഹോദരങ്ങളാണ്. എൻ്റെ ചേച്ചിമാരും എൻ്റെ ചേട്ടന്മാരും എൻ്റെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെയാണ് കേട്ടോ. അപ്പം അത് പറഞ്ഞു വന്നത്, ഞാൻ ബാങ്കിൽ 20,000 രൂപ ആദ്യമേ ഞാൻ 8,500 രൂപയ്ക്ക് ശമ്പളത്തിൽ കയറിയാണ്. പിന്നെ നമ്മൾ 2-3 ബാങ്ക് മാറി ഒരു 20 രൂപ എന്തായാലും എനിക്ക് മിനിമം കിട്ടുമായിരുന്നു. ആ ഒരു ശമ്പളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യൂട്യൂബും ഉണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ 2024 ആഗസ്റ്റിലാണ് തുടങ്ങിയതെന്ന് തോന്നുന്നു. 2024 ആഗസ്റ്റ് അവസാനം, സെപ്റ്റംബറാണ്. ഏകദേശം ഇപ്പോൾ 2 വർഷത്തോളം ആവാറായി. അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ തുടങ്ങി. എനിക്ക് ബാങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളുണ്ട്. എന്നാലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയൊരു റീൽസൊക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ്. സൈഡിൽ കൂടി കൊണ്ടുപോവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സൈഡിൽ കൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ അതായത് നമുക്ക് കൂടുതലായിട്ട് അതിനകത്ത് ഇങ്ങനെ ഇരിക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും അന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, അന്നത്തെ കാര്യം എന്ന് പറയുന്നത് ലോങ് വീഡിയോ ഇട്ട് അല്ലെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ. അതായത് അല്ലെങ്കിൽ ഇത്ര വ്യൂസ് വേണം, ഇത്ര 3 മാസത്തിനകത്ത് വെച്ച് 10 മില്യൺ വ്യൂസ് വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് പറ്റില്ല. സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ നടക്കും. അങ്ങനെ അപ്പം നമുക്ക് പറ്റുന്നത് 4,000 വാച്ച് അവർ വേണം, പിന്നെ 1000 സബ്സ്ക്രൈബർ വേണം. അപ്പം 4,000 വാച്ച് അവർ എന്ന് പറയുന്നത് വീഡിയോസിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഇടുമായിരുന്നു. പിന്നെ അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലായിരുന്നു ലൈവ് ചെയ്താൽ വാച്ച് അവർ കയറും എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എങ്കിലും നമുക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് അത് പറ്റത്തുമില്ല. ലൈവൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ വന്നിരുന്ന് ചെയ്യണം. ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു യാത്ര ഇങ്ങനെ നടക്കുവാണ്. സൈഡിൽ കൂടി കൊണ്ടുപോകണം നമ്മൾ യൂട്യൂബ് കേട്ടോ. അപ്പം അതേ പറ്റത്തുള്ളൂ ജോലിക്ക് പോകുന്നത് കൊണ്ട്. അങ്ങനെ എനിക്ക് കാലിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് പൂച്ച ഒരു പ്രാവശ്യം ഒന്ന് മാന്തി, പിന്നെ ആ ഒരു കാലിൽ തന്നെ ഒരു 6 മാസത്തിനകത്ത് വെച്ച് പൂച്ച ഒന്ന് കടിച്ച്. അപ്പോൾ ഈ വാക്സിൻ ഓവർഡോസ് ആയിപ്പോൾ 2 പ്രാവശ്യം എടുത്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പൊക്കെ കയറുമ്പം നമുക്ക് കാലിൽ നീര് കയറും. 2-3 പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് സ്റ്റെപ്പുകൾ കയറുമ്പോൾ എനിക്ക് കാലിൽ നീര് വരും. പിന്നെ ആ നെർവൊക്കെ അങ്ങ് വീങ്ങും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്റ്റെപ്പ് കയറുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. ദൂരെ എവിടെയെങ്കിലുമൊക്കെ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഒക്കെ അങ്ങനെ വളരെ പ്രയാസപ്പെട്ടൊക്കെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും പിന്നെ എനിക്ക് ആ ഒരു ബാങ്കിങ് സ്ഥാപനത്തിലാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ചിലപ്പം എൻ്റെ കുഞ്ഞിന് ആ ഒരു സ്ഥാപനം പുനലൂർ ബ്രാഞ്ച് ക്ലോസ് ചെയ്തിട്ട് വേറെ 2 സ്ഥലത്തോട്ട് മാറ്റി. അപ്പം അവിടെ പോകണം. അപ്പം എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് വന്നിട്ട് ബാങ്കിലാണ് ഇരിക്കുന്നത്. അപ്പം ആ ഒരു മണിക്കൂർ നമ്മൾ ആരെയാണ് എവിടെയാണ് വിശ്വസിച്ചേപ്പിച്ചേക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് ബാങ്കിലാണ് ഇരിക്കുന്നത്. അപ്പം ദൂരോട്ട് പോവുകയാണെങ്കിൽ അവളുടെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വേറെ ആരുമില്ല. അപ്പം ഇല്ലേ, ഞാനും മോള് മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം മോളുടെ സ്കൂൾ ബസ് വരുന്ന സൗകര്യത്തിന് ഞങ്ങൾ വേറെയാണ് നിൽക്കുന്നത്. അമ്മയുടെ കൂടെയല്ല, അവിടെ സ്കൂൾ ബസ്സില്ല, വരത്തില്ല. അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ജോലി അവിടെ നിർത്തേണ്ടെന്നൊരവസ്ഥ വന്നു. അതുപോലെ തന്നെ വേറെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി. അത് പോകെ പറയാം. എന്തായാലും അങ്ങനെ ഞാൻ ജോലി നിർത്തേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ട്. ആ ഒരു സാഹചര്യത്തിന് വഴിവെച്ചവരെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു കേട്ടോ. അതെന്തുകൊണ്ടാണെന്നാൽ ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴും ഞാൻ ഒരിക്കലും വെറുതെ ഇരിക്കത്തില്ല കേട്ടോ. നമ്മൾ ചിട്ടിയാണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും 10 രൂപ വരുമാനം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നീട് ചിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ യൂട്യൂബിനകത്ത് ഞാൻ അങ്ങ് ശ്രദ്ധിച്ചു. അപ്പോഴാണ് എനിക്ക് അറിവുകൾ കിട്ടിയത്. ലൈവ് ചെയ്താൽ മോണിറ്റൈസേഷൻ ആവും, വാച്ച് അവർ കിട്ടും, മോണിറ്റൈസേഷൻ. അങ്ങനെ ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 2-3 മാസത്തോളം ഇങ്ങനെ ലൈവ് ചെയ്ത് ഒരു 2500 വാച്ച് അവർ മണിക്കൂർ, 2500 മണിക്കൂറാക്കി ഇങ്ങനെ വെച്ച്. അപ്പോഴും എൻ്റെ വിചാരം പിന്നെ എൻ്റെ 1500 മണിക്കൂർ വേണം, 4000 മണിക്കൂർ വേണം മോണിറ്റൈസേഷൻ ആവാൻ. അന്നേരം തന്നെ 1000 സബ്സ്ക്രൈബറിലൊക്കെ പുറത്തു പോയി, ഒരു 4000 സബ്സ്ക്രൈബർ പുറത്തു പോയി കേട്ടോ. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, പലപ്പോഴും എല്ലാവരുടെയും വ്യൂസൊക്കെ 1 മില്യൺ ഒക്കെ ഓടുമ്പോഴൊക്കെ ഞാൻ നമുക്കൊക്കെ എപ്പോൾ ഓടും ഈ 1 മില്യൺ വ്യൂസൊക്കെ? ഒരു 500K ഓടുമോ? അപ്പം ഞാൻ അന്നേരം മനസ്സുകൊണ്ടിരിക്കും, ഭഗവാൻ എന്തെങ്കിലും ഒരു ദിവസം എനിക്കൊരു സമയം വരും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും എപ്പോഴേലും ദൈവം കടാക്ഷിക്കും, ഒരു കച്ചിത്തുരുമ്പ് നമുക്ക് ഇട്ട് തരുമായിരിക്കും ഭഗവാൻ എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ലൈവ് ചെയ്ത് അപ്പം പലപ്പോഴും എനിക്കൊരു 100 ലൈക്ക്, സത്യസന്ധമായിട്ട് ഞാൻ പറയാൻ കേട്ടോ, ഒരു 100 ലൈക്ക് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവ് എൻ്റെ കൈ തട്ടി അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി. അതിനുശേഷം എനിക്ക് അങ്ങനെ വ്യൂസ് കയറുന്നില്ലായിരുന്നു. ഒരു ലൈവിന് പോലും 1000-ൽ കൂടുതൽ വ്യൂസ് വരുന്നില്ലായിരുന്നു. ഒരു ലൈവിന് മാത്രം വന്നായിരുന്നു, 1-2 ലൈവിന്. അതിനകത്ത് ഒരു ലൈവാണ് കൈ തട്ടി ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെയൊക്കെ ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാണ് ഒരു ഇലക്ഷൻ നമുക്ക് നടന്നത് 2025 ഡിസംബറിൽ 9-ാം തീയതി ആയിരുന്നു തോന്നുന്നു ഇലക്ഷൻ. അതിൻ്റെ പിറ്റേ ദിവസം അപ്പം ഞാൻ നമ്മുടെ AVM ഫിഷിംഗ് സുരേന്ദ്രൻ ചേട്ടൻ ലൈവ് ഇട്ടിട്ട് സുരേന്ദ്രൻ ചേട്ടൻ മണിക്കൂറുകളിൽ ഇരുന്നിട്ട് 100-ൽ കൂടുതൽ ലൈക്ക് വാങ്ങിച്ചു. അപ്പം നമ്മൾ അതാണിത് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ നല്ലത് വശങ്ങൾ കണ്ടിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളും പ്രയത്നിക്കണം. നല്ലത് കണ്ടിട്ട്, മോശം കണ്ടിട്ടല്ല. അപ്പം ഞാൻ വരികയും ചേട്ടൻ അധ്വാനിച്ചത് നേടി. അപ്പം നമുക്കും വിചാരിച്ചാൽ നടക്കാത്തത് എന്താണ്? വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ശ്രമിക്കാം, ശ്രമമല്ലേ വേണ്ടുന്നത്. അങ്ങനെ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട്, എന്നും അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ. അപ്പം രാവിലെ അമ്പലത്തിൽ പോയിട്ട് അതേ വേഷത്തിൽ വന്നിരുന്നു, സാരിയൊക്കെ ആയിരുന്നു കൊടുത്ത് കേട്ടോ, വന്നിരുന്നു ലൈവ് ചെയ്തു. അന്ന് എന്താണെന്ന് അറിയത്തില്ല, രാവിലെ 8 മണിക്കെങ്ങാണ്ട് ലൈവ് ഇട്ടായിരുന്നു ഞാൻ കേട്ടോ. അന്നൊരു 2-3 മണിക്കൂറിൽ എനിക്ക് 2.5 മണിക്കൂറോ 3 മണിക്കൂറിനകത്തിരുന്നു ഒരു 160-ൽ പുറത്ത് 100 ലൈക്ക് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ 160-ൽ പുറത്ത് എനിക്ക് ലൈക്കും കിട്ടി, ഈ പറഞ്ഞതുപോലെ ഒരു 10K വ്യൂസും കിട്ടി. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് കൈനീട്ടം, അതായത് ഫസ്റ്റ് ലൈക്കും അടിച്ച് വന്ന് എൻ്റെ കൂടെ സപ്പോർട്ട് അന്ന് തൊട്ട് ഈ ഒരു യാത്രയിൽ കൂടെ നിന്നത് ഗുണ്ടുവാവ എന്ന് പറയുന്നൊരു ചാനൽ ഐഡിയാണ് കേട്ടോ. ജിനിൽ എന്നാണ് ഗുണ്ടൂസിൻ്റെ പേര് കേട്ടോ. അവന് എന്നും പിന്നീട് അന്ന് തൊട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ വരും. അതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു യൂട്യൂബ് യാത്രയിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അബി കണ്ണൂറുകാരനാണ്. അബി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സഹോദരനാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഇതുപോലെ വന്നിരുന്ന് ലൈവ് ചെയ്യാം. നമ്മൾ നോർമലി സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പോവുകയാണ്, വേറെ ഒരു കണ്ടന്റും ഇല്ല അതിനകത്ത്. അപ്പം ഇതുപോലെ അബി എന്ന് വന്നിട്ട് എന്തോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ അബിയോട് ചോദിച്ചു, അബി നിന്റെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു. ഞാൻ എല്ലായിടത്തും ഞാൻ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തൊക്കെ ആരോടത്തൊക്കെ എങ്കിലുമൊക്കെ ഇതുപോലെ പ്രയാസം പറയുമ്പോൾ നക്ഷത്രം ചോദിച്ചിട്ട് സമയം പറഞ്ഞു കൊടുക്കും, ചുമ്മാ ഇതുപോലെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം അതുപോലെ അബി ചോദിച്ചപ്പോൾ ഞാൻ അബിയോട് നക്ഷത്രം ചോദിച്ചു, അബി കാര്യം പറഞ്ഞു. അപ്പം നക്ഷത്രം പറഞ്ഞു. അപ്പം ഞാൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇന്നതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പം, അതുകൊണ്ടായിരിക്കും ചിലപ്പം പ്രയാസം, ഇതൊക്കെ അങ്ങ് മാറും. അപ്പോൾ അബി ഇന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കറക്റ്റാണ് ശില്പാജീന്ന് എൻ്റെ അടുത്ത് പറയാം. എന്നെ ശില്പാജീന്നാണ് വിളിക്കുന്നത്. ആ ചോദിച്ച ചോദ്യമാണ് ഞാൻ അബിയോട് ചോദിച്ചു. അബി മറുപടി പറഞ്ഞു, അബി കറക്റ്റ് പറഞ്ഞു.
അതിന് മേളിൽ വാച്ചിങ് ആളുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. പിന്നീട് ആൾക്കാർ ഇറങ്ങി വന്ന് ചോദിച്ചു. ആ ഒരു യാത്രയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു, ജീവിതത്തിലെന്ന് തന്നെ പറയാം കേട്ടോ. സത്യം ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് യൂട്യൂബിൽ ഒന്ന് മോണിറ്റൈസേഷൻ ആവണം, വരുമാനം കിട്ടണം, 100K സബ്സ്ക്രൈബറാണ്. ഞാൻ ഇതിൽ കൂടുതൽ സത്യത്തിൽ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ അത് ഈശ്വരൻ ആ ഒരു കച്ചിത്തുരുമ്പ്, ഒരു പിടിവള്ളി ഈശ്വരൻ ഇട്ട് തന്നതാണ് കേട്ടോ. അബിയുടെ നാവിൻ തുമ്പിലാണ് അത് ചോദ്യം വന്നത്. എൻ്റെ അടുത്ത് അത് ചോദിപ്പിച്ചു. അതിനുശേഷം ഒരു യാത്ര 4 ദിവസം കൊണ്ട് ആ 1500 മണിക്കൂർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 4 ദിവസം എടുത്തുള്ളൂ. എനിക്ക് പിന്നീട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ, എൻ്റെ ഒരു ലൈവ്, ഒരു ജ്യോതിഷ ലൈവ് എനിക്ക് ഒറ്റ ലൈവൊക്കെ ആണെങ്കിൽ 2800 3000 മണിക്കൂറായിരുന്നു എനിക്ക് ഒറ്റ ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മോണിറ്റൈസേഷൻ, ഹാഫ് മോണിറ്റൈസേഷന് 3000 മണിക്കൂർ മതി. അപ്പോൾ ആ ഒരു യാത്ര അവിടെ തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 100 ലൈക്ക് ആഗ്രഹിച്ച് എനിക്ക് 1000 ലൈക്കിൻ്റെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ലൈവിൽ 1500 ലൈക്കും കഴിഞ്ഞിട്ടാണ് ആ ഒരു ലൈവ് അവസാനിച്ചത്. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടി, സ്നേഹം കിട്ടി, ഒരുപാട് സഹോദരങ്ങളെ കിട്ടി. ആരെയും ഞാൻ പറഞ്ഞില്ലേ, പേരെടുത്ത് പറയാത്ത ഒരുപാട് സഹോദരങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് ഇന്ന് കേട്ടോ. അത് എനിക്ക് പേരെടുത്ത് പറയാനാണെങ്കിൽ ഇന്ന് എനിക്കിത് 1 മണിക്കൂറും 2 മണിക്കൂറും കൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ തീരില്ല. അങ്ങനെ അന്ന് തുടങ്ങിയ ഒരു യാത്രയാണ്. ആ 4 ദിവസം കൊണ്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആയി. ഡിസംബർ ഒരു 20-നകത്തിട്ട് എനിക്ക് ഫുൾ മോണിറ്റൈസേഷനായി. ഡിസംബർ 10 ദിവസം കൊണ്ട് നമുക്ക് $100 മിനിമം ആയി കഴിഞ്ഞാലേ നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ് വരത്തുള്ളൂ. പിന്നെ രജികുമാർ ചേട്ടൻ എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ രജികുമാർ എനിക്ക് ഭയങ്കര ഹെൽപ്പൊക്കെ ആയിരുന്നു. ആ ചേട്ടനും ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു. പിന്നെ അങ്ങനെ ആ ഒരു 10 ദിവസം കൊണ്ട് എനിക്ക് $100 ആയില്ലായിരുന്നു, ഒരു $96 ആയില്ലായിരുന്നു. അതുകൊണ്ട് അക്കൗണ്ടിൽ വന്നില്ല. പിറ്റേ മാസം ജനുവരിയിൽ ഈ ഒരു 10 ദിവസത്തെ $96 കൂടെ ചേർത്ത് ജനുവരിയിലെയും കൂടെ പൈസയും കൂടെ ചേർത്തിട്ട് എനിക്ക് ജനുവരിയിലെ നമ്മൾ ഫുൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഒരു മാസത്തത് പിറ്റേ മാസം 23-ാം തീയതിയാണ് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ആ 10 ദിവസത്തതും ജനുവരിയിലും കൂടെ ഫുള്ള് ചേർത്തിട്ട് എനിക്ക് ഫെബ്രുവരി 23-ാം തീയതി എൻ്റെ അക്കൗണ്ടിൽ വന്ന് ആദ്യത്തെ എൻ്റെ യൂട്യൂബ് വരുമാനമാണ് കേട്ടോ. അത് ഞാൻ ബാങ്കിൽ ജോലി ചെയ്ത വരുമാനം ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഒരു 3 ഇരട്ടിയിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരിക്കലും അത് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു എമൗണ്ടായിരുന്നു. എനിക്കതിന് ശേഷം എല്ലാ മാസവും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ഇതുവരെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ലൈവ് എന്നൊക്കെ പറയുന്നതിന് 7 മണിക്കൂറൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം മാത്രം ഇടയ്ക്ക് കുടിച്ചിട്ടിരുന്നിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടാമോ അത്രത്തോളം നമുക്കതിൻ്റെ ഫലം കിട്ടുമെന്ന് മനസ്സിലായിട്ടുള്ള ഒരാളാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് അതുപോലെ അവിടെ കിടക്കത്തേ ഉള്ളായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എന്നെ ആ ജോലിക്ക് പോകാനുള്ളൊരു സാഹചര്യം വഴിമുട്ടിച്ചവർക്കും അതിനുള്ളൊരു തടസ്സങ്ങൾ സൃഷ്ടിച്ചവരോടെയൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ശ്രദ്ധിച്ചതും യൂട്യൂബിൽ ലൈവ് ചെയ്യാനും. ജ്യോതിഷം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ പഠിച്ചു എന്നുള്ള എന്നെ കുറച്ച് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ പറയാം. ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ളതാണ്. പിന്നെ ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വരുമാനം. പിന്നെ അതെന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ പറയാമല്ലോ. നമ്മൾ എൻ്റെ യൂട്യൂബിലെ വരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നേർച്ച ഉണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ പോകുന്ന ഒരാളാണ്. നേർച്ചകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അമ്പലത്തിൽ. അതുപോലെ തന്നെ ഈ സ്കൂൾ തുറപ്പിന് കുറച്ച് കുട്ടികൾക്ക് ഇതൊന്നും എനിക്ക് പറയാൻ ഇഷ്ടമല്ല, പിന്നെ ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ വിട്ട്. പിന്നെ ഞാൻ ആദ്യം ചെയ്തത് അതിൽ നിന്ന് എൻ്റെ ഏട്ടൻ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഏട്ടന് ഞാൻ ഫുള്ള് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ടിലിട്ട് കളിക്കണ്ട, അത് അങ്ങനെ വെച്ചോളൂ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ അതിൽ നിന്ന് ഒരു തുക, ചെറിയൊരു തുക 1001 രൂപ എൻ്റെ അമ്മയ്ക്ക് ദക്ഷിണ. അപ്പം മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ, അപ്പം അങ്ങനെ കൊടുത്തു. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ആ വരുമാനത്തിൽ നിന്ന് തന്നെ എൻ്റെ ഏട്ടൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏട്ടന് ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അമ്പലങ്ങളിൽ കൊടുത്തു. പിന്നെ സ്കൂൾ തുറന്നപ്പോൾ കുറച്ച് കുട്ടികൾക്ക് എന്നെ കഴിവിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, എനിക്കൊരു 10,000 രൂപ കിട്ടിയാൽ അതിനകത്തുനിന്ന് ഞാൻ 5,000 രൂപ ഒന്ന് സേവ് ചെയ്യാൻ നോക്കും. എന്തെങ്കിലും എൻ്റെ കാര്യങ്ങൾക്ക് എടുക്കാൻ നോക്കിയിട്ട് ബാക്കി 5,000 രൂപയും 10,000 രൂപ കിട്ടിയല്ല, അപ്പം അതിനനുസരിച്ചിട്ട് അതിൽ കൂടുതൽ കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു യൂട്യൂബിലൊരു യാത്ര, മോണിറ്റൈസേഷൻ. പിന്നെ എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വരുമാനം ജനുവരിയിലെ തൊട്ട് പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഇന്ന് വരെ എനിക്ക് ബാങ്കിൽ നിന്ന് ഞാൻ ശമ്പളം, അതല്ലേ ഞാൻ പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ബാങ്കിലും മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പം അവരുടെ കീഴിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവരുടെ സമയത്തിന് നമ്മൾ ജോലി ചെയ്യുകയാണ്.
നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല, നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്കൊരു അതിനകത്ത് നമുക്ക് എന്തെങ്കിലും അതേന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് വരുമാനം ഉണ്ടാവും. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ജ്യോതിഷം കേട്ടോ. എനിക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, അവർക്ക് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. എൻ്റെ അറിവ് വെച്ചിട്ട്, അല്ലാതെ എനിക്ക് ഒരുപാട് അറിവുണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്കത് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാചകം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് എന്ന് പറയുന്നത് ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് ഫുഡ് സെർവ് ചെയ്യുന്നതും ഇഷ്ടമാണ്. കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള സമയത്താണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം ഞാൻ രാത്രിയിലിരുന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ളൊരു ജോലി ചെയ്തിട്ട് എനിക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്നത് എനിക്കൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് പറ്റും, ശ്രമിക്കുക. എന്നാൽ എല്ലാവർക്കും എനിക്ക് ഇപ്പം ഞാൻ വലിയ നന്ദിയോടെയാണ് ഓർക്കുന്നത് കേട്ടോ. എനിക്ക് ബാങ്കിൽ ആ ഒരു ജോലി അവിടെ നിന്ന് നിർത്തിയിട്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റി, യൂട്യൂബിൽ ശ്രദ്ധിക്കാൻ പറ്റി. ഇനി മുമ്പോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എല്ലാവരുടെയും സ്നേഹം വേണം. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ. എൻ്റെ ലൈവ് വൈകിട്ട് ഞാൻ പറഞ്ഞില്ല, അത് അധികം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അധികം ഈ പറഞ്ഞതുപോലെ വൈകിട്ടത്തെ ഈ രാത്രിയിലത്തെ ലൈവ് കട്ടാക്കാറില്ല കേട്ടോ. നിവൃത്തി ഉണ്ടെങ്കിൽ വരും. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സംഖ്യാശാസ്ത്രമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സഹോദരങ്ങൾ, ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, എനിക്കൊരു ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ എന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം. എല്ലാവരുടെയും മെസ്സേജ് പോലും ഞാൻ കാണത്തില്ല, പറന്നൊക്കെയാണ് മെസ്സേജ് പോകുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ എനിക്ക് മാത്രം വരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സ്നേഹം, എല്ലാവരോടും ഒരുപാട് സ്നേഹം, എല്ലാവരോടും നന്ദിയും സ്നേഹവും എനിക്ക് ഉണ്ട് കേട്ടോ. എന്നെ ഇങ്ങനെ കരുതുന്നതിന്, എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന്, എന്നെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സപ്പോർട്ട് തരുന്നതിന്, ഒരു കുടുംബമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന കുടുംബമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും എൻ്റെ ഒരു യാത്ര കുറേ നാളുകൊണ്ട് 3 വീഡിയോ ആയിട്ടിടണമെന്ന് വിചാരിച്ചത് ഒറ്റ വീഡിയോയിൽ പറഞ്ഞ് നിർത്താണ് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞാൻ കൂടുതലും ജ്യോതിഷത്തിൻ്റെ വീഡിയോസാണ്, ലോങ് വീഡിയോസാണ് ഇടുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഓരോ യാത്രകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാര്യം പറയുന്നൊരു വീഡിയോ മാത്രമാണ്. സമയം പോലെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വേറെ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരുപാട് സ്നേഹം. ഇനി ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെ സ്നേഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ യാത്ര, മോണിറ്റൈസേഷൻ, ആദ്യത്തെ യൂട്യൂബ് വരുമാനം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മോശമല്ലാത്തൊരു തുക എനിക്ക് യൂട്യൂബ് തരുന്നുണ്ട്. അതിനെനിക്ക് നിങ്ങളെല്ലാവരോടും സ്നേഹമുണ്ട്, സപ്പോർട്ടുണ്ട്. എന്നെ ഇങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ, എനിക്കത് കിട്ടുന്നത് ഒരുപാട് സ്നേഹം. എല്ലാവരും ഇപ്പം ഈ പറയുന്നത് പോലെ നമുക്ക് ഒരുപാട് പൈസ ഒന്നും ആർക്കും കൊടുത്ത് സഹായിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പറ്റുന്നത് ഇഷ്ടപ്പെടുന്നെങ്കിൽ. പിന്നെ ഇതിനകത്തൊക്കെ ടാഗ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുന്ന പ്രോഡക്റ്റുകളൊക്കെ അതിൽ നിന്ന് ലിങ്കിലൂടെ ഒക്കെ കയറി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കതിൻ്റെ ഒരു കമ്മീഷൻ അവരൊക്കെ തരും. അങ്ങനെയൊക്കെയുള്ള ഒരു സഹായങ്ങളാണ് എൻ്റെ പ്രേക്ഷകർ എനിക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഒത്തിരി സ്നേഹം എല്ലാവർക്കും. ഇനി അടുത്തൊരു ലോങ് വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും കരുതലിനും ഒക്കെ ഒത്തിരി സ്നേഹം. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ, അതാണ് കേട്ടോ. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ പറയാം. ടാറ്റാ. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സ്നേഹം, ഒത്തിരി സ്നേഹം.